ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ മറ്റേ കണ്ണൂരൊന്ന് പോകാണ്ട്, പിന്നെ കായും കോയും എന്ന് പറഞ്ഞ സ്ഥലത്തൊന്ന് പോകണം. കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കാതെ ഈ കായും കോയിലെ സ്ഥലത്തൊന്ന് പോകണമെന്ന്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ മറ്റേ ബക്കളത്തെ പുതിയ ഹൈവേയുടെ മേൽപ്പാലത്തിൻ്റെ മുകളിൽ കയറി. ഇതാണ് മേലെ ബക്കളത്തിലെ പുതിയ ഹൈവേ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. പണ്ട് ഇവിടെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിന്. അതിൻ്റെ വീഡിയോ ഉണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ വേറെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. എന്ന് വെച്ചാൽ രണ്ട് സൈഡ് ഫുള്ള് മരങ്ങളുണ്ടായി. നല്ല അടിപൊളിയായിരുന്നു പഴയ ഹൈവേ. ഇപ്പോഴത്തെ ഹൈവേ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇല്ല, ഹൈറ്റിലായതുകൊണ്ട് നല്ല വെയിലും അടിക്കും, പിന്നെ കാറ്റും പിടിക്കുന്നുണ്ട് നല്ലോണം. അപ്പോൾ നമ്മൾ നേരെ കണ്ണൂർ പോകണം. കണ്ണൂർ ചെറിയ ആവശ്യമുണ്ട്. അപ്പോൾ കണ്ണൂർ ആ പരിപാടി കഴിഞ്ഞിട്ട് നേരെ കായും കോയും എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനുള്ള പ്ലാനാണ്. അത് കണ്ണവത്താണ്. കണ്ണവം വനത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് വേണം ഈ സ്ഥലത്ത് എത്താൻ. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. പിന്നെ അപ്പോൾ ഇങ്ങനെ ഉണ്ട് നോക്കാം. കണ്ണവം വനമൊക്കെ നല്ല രസമാണ്, ചില വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് എങ്ങനെയുണ്ട് നോക്കണം. പിന്നെ കായും കോയും എന്ന് പറഞ്ഞ സാധനം പറ്റുമെങ്കിൽ കഴിച്ച് നോക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഏത് ടൈം എത്തുന്ന അറിയില്ല. അവിടെ എന്തൊക്കെയുണ്ട് നോക്കണം, എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് കഴിക്കണം. അങ്ങനെ നമ്മൾ കണ്ണൂർ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ കണ്ണവത്തേക്ക് വിട്ട്. ഇപ്പോൾ കണ്ണവ് വനം കയറണത്രേ. അതിന് മുന്നേ ഉള്ള ഏരിയ ഇതാണ്. സ്ഥലത്തിൻ്റെ പേര് അത്ര ഓർമ്മയില്ല. അതായത് ഇനി അങ്ങോട്ടാണ് കണ്ണവ് വനം കയറാൻ പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ടാണ് കണ്ണവ് വനം കയറുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട് അതിന് ബോർഡ്, വന്യമൃഗങ്ങളെ സൂക്ഷിക്കുക, അതൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടാകുമ്പോൾ കണ്ണവ് വനത്തിലേക്ക് ഇങ്ങനെ കയറിപ്പോയാണ്. എലിഫന്റിനെ കാണുവാൻ എങ്ങനെയുണ്ട്? വനമേഖല നല്ല രസമുണ്ടാവും. ഫോറസ്റ്റ് ഇത് നോക്കിയോട്ടാ, കാട്ടുപോത്ത് അങ്ങനത്തെ ഉണ്ടോ? കേട്ടില്ലല്ലേ? പക്ഷിയായിരിക്കും കരയുന്ന. ഫ്രണ്ട് നോക്കിയാ അറിയില്ല. പള്ളിയാ. റിസർവ് ആയതുകൊണ്ടോ എന്താ അറിയില്ല. നിർത്തണോ? വരുമ്പോ നിർത്താം വെറുതെ. ഇവിടെ വീടായി ആ പീസാണ് കാണാം. മൃഗങ്ങളുണ്ടാവും, രാത്രി ഉണ്ടാവും. എന്നാടാ ഇതും ഫോറസ്റ്റിലേക്ക് കയറിയാൻ പറ്റും. വയനാട് ഫോറസ്റ്റ് ഉണ്ടാവില്ലേ, ആ ഫോറസ്റ്റ്
രസമില്ലേ? എന്താ പിന്നെ ഫോറസ്റ്റ് കയറിയിട്ട് ബൈക്ക് എടുത്തിട്ടാകുമ്പോൾ കുറച്ചും കൂടി അടിപൊളിയാവും. നല്ല കാറ്റും കൊണ്ടു വന്ന ഇതന്നെ കണ്ണൂർ ടച്ച് ചെയ്യാണ്ട് വരാനില്ല. പിന്നെ മട്ടന്നൂർ വഴി അങ്ങനെ വരണം. കണക്കനാ ദൂരം കൂടും കാറ്റ്. കാട്ടുപോത്തുണ്ടോ ചോട്ടാ? അങ്ങനെ നമ്മൾ കായും കോയി എന്ന് പറഞ്ഞ ആ ഷോപ്പിലെത്തി. അപ്പോൾ വന്ന വഴിയെല്ലാം അടിപൊളിയായിരുന്നു. ഇവിടെ ഒരു നാടൻ പഴങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. നമ്മൾ എന്താ വെച്ചാൽ ജസ്റ്റ് പായസം കഴിക്കാമെന്ന് വെച്ച്. മറ്റേ അവിടെ ചക്ക പായസം ഉണ്ടായിരുന്നു. കുറേ പായസം ഉണ്ടല്ലോ, പിന്നെ കായും കോയും ഉണ്ട്. ജസ്റ്റ് ചക്ക പായസം കഴിക്കാമെന്ന് വെച്ച്. ഇതാണ് ആ ഷോപ്പിൻ്റെ പുറത്ത് ഫുള്ള് പഴങ്ങൾ. അതായത് ഇവിടെ കൃഷി ചെയ്ത പഴങ്ങളാണ്, നാടൻ പഴമാണ്. അത് നമുക്ക് ഇവിടുന്ന് വാങ്ങാനും പറ്റും. ഷോപ്പെന്ന് വെച്ചാൽ പഴയ ഒരു ഷോപ്പാണ്, ഒരു നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യുന്ന ഷോപ്പാണ്. പിന്നെ അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇത് കഴിക്കാൻ വേണ്ടിക്ക്. നമ്മൾ എത്തിയാലും തന്നെ ഒരുപാട് ആളുണ്ട്. ഇതുണ്ടാവും, ഒരുപാട് ആൾക്കാർ വണ്ടി അവിടെ വെച്ചിട്ട് ഇപ്പുറത്തും വണ്ടി വെച്ചിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിയ സാധനം ഇതാണ്, ചക്കപ്പായസം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വൈകുന്നേരമായി കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. ഇത് നമ്മൾ ഉച്ചക്കാണ് കഴിച്ചത്. അപ്പോൾ ഷോപ്പും പഴയ ടൈപ്പ് നല്ല ഫീലാണ്, പഴയ സോങ്ങെല്ലാം വെച്ചിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് അത് കഴിച്ചിട്ട് നേരെ ഇറങ്ങി. പിന്നെ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ അപ്പോൾ ചെറിയതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഫോറസ്റ്റിൽ പോകുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇനി നേരെ ജസ്റ്റ് ഒന്ന് മറ്റേ മട്ടന്നൂർ വഴി അങ്ങനെ പോകണമെന്ന് വിചാരിക്കുന്നു. മട്ടന്നൂർ എയർപോർട്ടിൻ്റെ ഏരിയയിൽ എയർപോർട്ട് വ്യൂ കാണുന്ന, എയർപോർട്ട് ലാൻഡിങ് കാണുന്ന, ഫ്ലൈറ്റ് ലാൻഡിങ് കാണുന്ന ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോകണം. അങ്ങനെ നമ്മൾ കണ്ണോമനത്ത് നേരെ പോകാൻ ഉദ്ദേശിക്കുന്നത് കണ്ണൂർ എയർപോർട്ട് ഫ്ലൈറ്റ് ലാൻഡിങ് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയൊരു സ്പോട്ടുണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ കാണുന്നത്, ചെറുതായിട്ടേ കാണും. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ പോകുന്നത്. അവിടെ എത്തിയിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന കാണിച്ചു തരാൻ കഴിയും. ഫ്ലൈറ്റ് നോക്ക്, അവിടെ നോക്ക്, അവിടെ വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നല്ല സൗണ്ട് കേൾക്കും. അതെ ഫ്ലൈറ്റ് വരുന്ന സൗണ്ട് കേട്ടെ. അതെ അവിടെ നോക്ക്, അവിടെ നോക്ക്, അവിടെ നോക്ക്, ഫ്ലൈറ്റ് നോക്ക്, കണ്ണു നോക്ക്, ഫ്ലൈറ്റ് അതാ, അതെ അതാ കണ്ടാ. കണ്ടാ അങ്ങനെ